അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളവരിൽ നിന്ന് പണം തിരിച്ചുപിടിക്കുവാനുള്ള നടപടികൾ സഹകരണ വകുപ്പ് തുടങ്ങി. വൻ തട്ടിപ്പ് നടന്ന ബാങ്കിലെ മുൻ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കുമായി 121 കോടിയോളം രൂപയാണ് സഹകരണ വകുപ്പ് പിഴ ചുമത്തിയിരിക്കുന്നത്. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളവരിൽ നിന്നും പണം തിരിച്ചുപിടിക്കാനുള്ള ഊർജിത നടപടികൾ സഹകരണ വകുപ്പ് തുടങ്ങി. അങ്കമാലിയിലെ 20ഓളം വ്യവസായികളുടെ വസ്തുവകകൾ കണ്ടുകെട്ടാൻ സഹകരണ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. വായ്പാ തുകകൾ പരമാവധി സമാഹരിച്ച് നിക്ഷേപകർക്ക് വിതരണം ചെയ്യാനാണ് ശ്രമം. ഇതിനിടെ മുൻ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കുമായി 121 കോടിയോളം രൂപ സഹകരണ വകുപ്പ് പിഴ ചുമത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും വിശദീകരണം കേട്ട ശേഷമായിരിക്കും നടപടി. വിശദീകരണം നൽകുന്നതിന് ഈ മാസം 10 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇത്രയധികം തട്ടിപ്പ് നടന്ന, ഇത്രയധികം കൊള്ള നടന്ന കേരളത്തിലെ മറ്റൊരു സഹകരണ സ്ഥാപനങ്ങളും ഉണ്ടാവില്ല. നമ്മൾ വളരെയധികം കൊട്ടിഘോഷിച്ച കരുവന്നൂർ പോലും ഒരു 50% പണത്തിൻ്റെ തട്ടിപ്പ് നടന്നിരുന്നുള്ളൂ. എന്നാൽ അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൽ 100% പണവും നിക്ഷേപവും തട്ടിപ്പ് നടത്തിയ ഒരു ബാങ്കാണ്. 101 കോടി നിക്ഷേപവും 126 കോടി രൂപ ലോണും കൊടുത്ത ഈ ബാങ്ക് 2018 ശേഷം 1 രൂപ ലോൺ കൊടുത്തില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ ചതിയുടെ വ്യാപ്തി മനസ്സിലാകുന്നത്. സഹകരണ വകുപ്പിന്റെ ചട്ടങ്ങൾക്കും നിയമാവലിക്കും വിരുദ്ധമായി സംഘത്തിന്റെ പണം ദുർവിനിയോഗം ചെയ്തതിനും വേണ്ടത്ര ഈടും രേഖകളുമില്ലാതെ വായ്പ കൊടുത്തതിലും വാല്യുവേഷൻ കൂടുതൽ കാണിച്ചതിലും കണ്ടെത്തിയ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയുമാണ് ഓരോ ഡയറക്ട് ബോർഡ് അംഗങ്ങൾക്കും ജീവനക്കാർക്കും സഹകരണ വകുപ്പ് പിഴ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് ഇവർ ചതിച്ച് ഇതുവരെ കാശ് തരാമെന്നൊക്കെ പറയുന്നതല്ലാതെ തട്ടിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. പൈസയൊന്നും മരുന്നിൻ്റെ മേടിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ വരെ ഇത് തന്നുകൊണ്ടിരുന്നു. ഇപ്പം അതും അവർ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ചതിവ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് ഒരു കൊല ചതിവായി വന്നേക്കണേ. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വിവാഹാവശ്യത്തിനുമാണ് പൈസ ഇട്ടിരിക്കുന്നത്. അത്യാവശ്യ സമയത്ത് വന്ന പൈസ ഇല്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ആവശ്യമായ സമയത്ത് പൈസ നിങ്ങൾ തരണം, അതായത് സർക്കാർ തരണം. സഹകരണ വകുപ്പ് നടത്തിയ 65-ാം വകുപ്പ് പ്രകാരവും പിന്നീട് 68-ാം വകുപ്പ് പ്രകാരവുമുള്ള അന്വേഷണത്തെ തുടർന്നാണ് നടപടി. ഇതുവരെ 5 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും 2 ജീവനക്കാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. 2 ജീവനക്കാർ സസ്പെൻഷനിലാണ്. ഇൻട്രസ്റ്റ് വാങ്ങി ജീവിച്ച ആളുകൾ ഒത്തിരി ഉണ്ട്. അവരെല്ലാവരും കഷ്ടത്തിലാണ്. ആത്മഹത്യയുടെ വക്കിലാണ്. ആത്മഹത്യ ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ടും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നതാണ്. ആത്മഹത്യാ ശ്രമങ്ങളോട് നടന്നതാണ്. ഞങ്ങളത് ഇന്ന് ആളുകളെ പിന്തിരിപ്പിച്ചു. 96 കോടി രൂപയുടെ വായ്പ തട്ടിപ്പാണ് സംഘത്തിൽ നടന്നിട്ടുള്ളത്. 126 കോടിയാണ് വായ്പ കൊടുത്തിരിക്കുന്നത്. ചികിത്സയ്ക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹ ആവശ്യങ്ങൾക്കുമായി നിക്ഷേപിച്ച സമ്പാദ്യം തിരികെ ലഭിക്കാൻ അങ്കമാലി അർബൻ സഹകരണ സംഘം കയറി ഇറങ്ങുകയാണ് നിക്ഷേപകർ. സലീം, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.